ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാസീവ് കറക്ഷനാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നത്. എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ, ഇൻവെസ്റ്റേഴ്സ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. 15 മാസത്തെ ഏറ്റവും വലിയ കറക്ഷനാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നത്. കുറച്ച് നാളായിട്ട് കറക്ഷൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭീകര സ്റ്റേജിലെത്തി. 1470 പോയിൻറ്റ്സാണ് BSE സെൻസെക്സ് ഇടിഞ്ഞത്. നിഫ്റ്റി 50 ആകട്ടെ 2% ഇടിഞ്ഞ് 23,150 ക്ലോസ് ചെയ്തു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഇടിഞ്ഞിരിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റ് കൂടി ഇടിഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു ആശ്വാസം അതാണ്, 15 മാസത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള വീക്ക്ലി ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു കറക്ഷൻ്റെ ഭീകരത ഈ ഒരു ഗ്രാഫിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BSEയുടെ ക്യാപിറ്റലൈസേഷനിൽ നിന്ന്, അതായത് BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ്, അതിൽ 23 ലക്ഷം കോടിയുടെ അല്ലെങ്കിൽ 23 ട്രില്യൺ റുപ്പീസിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ FISൻ്റെ ഹ്യൂജ് സെൽ ഓഫ് ആണ് നടക്കുന്നത്. വാർ കൂടാതെ ഈ സെൽ ഓഫും ഇടിവിന് കാരണമാണ്. ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇങ്ങനെ ക്രാഷ് ആകുമ്പോൾ ഗോൾഡിലേക്കും US ട്രഷറിയിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നതായിട്ട് കാണാം. ഇന്ത്യനെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യ ഒരു വലിയ ഓയിൽ കൺസ്യൂമിങ് കൺട്രിയാണ്. ഇന്ത്യയുടെ ഓയിലിൻ്റെ ആവശ്യത്തിൻ്റെ 85% ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ മൊത്തം ഓയിൽ സപ്ലൈയുടെ 20% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിൽ കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ഇറാൻ്റെ ഭീഷണി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലുകളൊന്നും കടന്നു പോകുന്നില്ല. റെയറായിട്ട് 1-2 ഇന്ത്യൻ കപ്പലുകളൊക്കെ മൂവ് ചെയ്യുന്നേ ഉള്ളൂ. 2-3 കപ്പലുകൾക്ക് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ക്രൂഡിൻ്റെ പ്രൈസ് $100 പെർ ബാരൽ എന്ന മാർക്ക് കടന്നുപോയി. ഒരു ഘട്ടത്തിൽ $119 ക്രൂഡിൻ്റെ പ്രൈസ് ഉയരുകയുണ്ടായി. പിന്നീട് താഴ്ന്നു, വീണ്ടും ഇപ്പോൾ ഉയരുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം ഹോർമൂസ് കടലിടുക്കിൽ ചില കപ്പലുകളൊക്കെ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. 3 ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ താഴേക്ക് നയിക്കാൻ കാരണമായി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം റുപ്പി അറ്റ് ലോസ് ആണ്. അതായത് ഇന്ത്യൻ റുപ്പി അതിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള താഴ്ന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 92.45 എന്ന ലെവലിലേക്ക് വരികയുണ്ടായി എഗേൻസ്റ്റ് ഡോളർ. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റുപ്പി ഇങ്ങനെ താഴുമ്പോൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭീകര നഷ്ടമാണ് ഉണ്ടാകുന്നത്. മാർക്കറ്റിൻ്റെ കറക്ഷൻ ഒന്ന്, റുപ്പിയുടെ കറക്ഷൻ ഒന്ന്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് ഒരു 10% കറക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. റുപ്പിയും ഒരു 10% ഇടിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 20%. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിറ്റ് മാറുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇടിയാനുള്ള അടുത്ത മെയിൻ കാരണം ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, FISൻ്റെ സെല്ലിംഗ് തന്നെയാണ്. ഈ മാസം 46,000 കോടിക്ക് മുകളിൽ FIS സെല്ല് ചെയ്ത് കഴിഞ്ഞു. മാസം പകുതി ആയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇത്രയും വലിയ സെല്ലിങ് നടന്നു. ഏറ്റവും വലിയ ഇടിവുണ്ടായിരിക്കുന്നത് നിഫ്റ്റി മെറ്റലിലാണ്. 4.8% ഇടിവ്. ഗ്ലോബൽ ട്രേഡ് അൺസർട്ടനിറ്റിയാണ് അതിന് കാരണം. PSU ബാങ്കിൽ 3.2% ഇടിവുണ്ടായി. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ് അതിന് കാരണം. നിഫ്റ്റി ഓട്ടോയിൽ 2.9% ഇടിവുണ്ടായി. ക്രൂഡിൻ്റെ പ്രൈസ് ഉയരുന്നതാണ് അതിന് കാരണം. കാരണം ക്രൂഡിൻ്റെ പ്രൈസ് ഉയർന്നു കഴിഞ്ഞിട്ട് പെട്രോൾ, ഡീസൽ എല്ലാത്തിൻ്റെയും വില ഉയരും. അത് ഓട്ടോമൊബൈൽ സെക്ടറിന് അത്ര നല്ലതല്ല. പിന്നെ ഈ സമയത്ത് പോസിറ്റീവായിട്ട് പച്ച കത്തുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് FMCG സെക്ടറാണ്. കാരണം ഏതൊക്കെ സിറ്റുവേഷൻ വന്നാലും ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ അതിൻ്റെ ഒരു സെല്ലിങ്ങിൽ വലിയൊരു ഇടിവുണ്ടായില്ല. കാരണം നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ ആവശ്യമുണ്ട്. അരിയും പഞ്ചസാരയും പേസ്റ്റും ബ്രഷും ഒക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ മേടിക്കും. കാരണം അത് നമ്മുടെ ബേസിക് നീഡ്സാണ്. അതുകൊണ്ടാണ് FMCG സെക്ടർ പോസിറ്റീവിൽ നിന്നത്. മറ്റ് ഹൈ റിസ്ക് ഉള്ള സെക്ടറുകളിൽ നിന്ന് ക്യാഷ് ഈ ഡിഫൻസീവ് സെക്ടറിലേക്ക് വന്നതുകൊണ്ടാണ് FMCG ഇങ്ങനെ നിന്നത്. എല്ലാ മാർക്കറ്റിലും ഒരു അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെയും പിടിച്ചു നിൽക്കുന്ന FMCG സെക്ടറാണ്. ക്രൂഡ് ഓയിലിൽ ഓരോ $10 ഇൻക്രീസ് വരുമ്പോഴും നമ്മുടെ GDPയിൽ 0.5% വെച്ച് കുറവ് വരും എന്നാണ് കണക്ക്. ക്രൂഡ് ഓയിലിൽ ഇപ്പോൾ 10% അല്ല ഇൻക്രീസ് വന്നിരിക്കുന്നത്, 40-50% ക്രൂഡ് ഓയിൽ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ കാലം നീണ്ടു നിന്നാൽ നമ്മുടെ GDPയിൽ എത്രത്തോളം ഇടിവ് വരുമെന്ന് ഒന്ന് കണക്കൂട്ടി നോക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. റുപ്പിയുടെ ഡിപ്രിസിയേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 2% ഇടിഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട്. ക്രൂഡിൻ്റെ പ്രൈസ് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇൻഫ്ലേഷൻ ഉയരും. കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടും, ഇൻഫ്ലേഷൻ ഉയരും. അപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു പണപ്പെരുപ്പം നമ്മുടെ എക്കണോമിയുടെ GDPനെയും മറ്റും ബാധിക്കും, ഗ്രോത്തിനെയും ബാധിക്കും. ആ കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞു.
മാർച്ച് 2-ലാണ് പടിഞ്ഞാറൻ ഏഷ്യയിൽ ആദ്യത്തെ ഒരു പ്രശ്നം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ടെൻഷൻ റിപ്പോർട്ട് ചെയ്തത്. മാർച്ച് 9-ന് ബ്രണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് $95 മുകളിലേക്ക് പോയി FIS സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 12-ന് നിഫ്റ്റി 23,500 താഴേക്ക് പോയി. മാർച്ച് 13, അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, സെൻസെക്സ് 1470 പോയിൻ്റ് ക്രാഷ് ചെയ്തു. നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് 15 മാസത്തെ ലോയിലേക്ക് പോയി. പക്ഷേ ഈ കറക്ഷൻ പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെമ്പററി കറക്ഷനാണ്. ഇതിനു മുമ്പ് ഒരുപാട് യുദ്ധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കറക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് ട്രിഗർ വരുമ്പോൾ ഒരു ന്യൂസ് വന്നാൽ മതി, എൻ്റയർ സംഭവങ്ങൾ പോസിറ്റീവായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, യുദ്ധം അവസാനിച്ചു, ക്രൂഡിൻ്റെ വില ഡ്രോപ്പ് ചെയ്യും, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാകും. അതിൻ്റെ കൂടെ റുപ്പിയുടെ മൂല്യം കൂടി ഉയർന്നു കഴിഞ്ഞാൽ വളരെ നല്ലത്. നല്ല കോർപ്പറേറ്റ് റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര നല്ല സിറ്റുവേഷനാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. കോവിഡ് പോലെയുള്ള മഹാമാരി വന്നിട്ടുണ്ട്, മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം വളരെ ശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയൊന്നുമില്ല ഈ യുദ്ധം. ഇപ്പോൾ തന്നെ സമാധാനത്തിനുള്ള ശ്രമങ്ങളും മറ്റും പല രാജ്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അതിൽ ഒരു വലിയ പങ്ക് വഹിക്കണമെന്ന് ഗൾഫ് കൺട്രീസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടുമെന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഇറാൻ കപ്പൽ, അപ്പോൾ അതിലെ നാവികർ 100-ന് മുകളിലുണ്ട്. അവർ ഇന്നലെയാണ് അർമേനിയയിലേക്ക് ഫ്ലൈ ചെയ്തത്, ഇന്ത്യ വിട്ടു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും ആ നാവികർക്ക് അഭയം കൊടുത്തത് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയും കാര്യങ്ങളും ഇറാൻ എപ്പോഴും ഉണ്ട്. ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു കൺട്രി ആയിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. ആ കാര്യത്തിൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇറാനോ ചൈനയ്ക്കോ ഒന്നും സംശയമില്ല, ഈവൻ പാകിസ്ഥാന് പോലും സംശയമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും വൺസ് ഈ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാർക്കറ്റും, ഇന്ത്യൻ മാർക്കറ്റ് അടക്കം എല്ലാ മാർക്കറ്റും മുകളിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.